വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട്ടിലുണ്ടാക്കിയ കർക്കിടക മരുന്ന്. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ കർക്കിടകത്തിന് എല്ലാ സ്ത്രീകളും കഴിക്കുന്നതും കഴിക്കേണ്ടതുമായ മരുന്നാണ് കർക്കിടക മരുന്ന്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ കർക്കിടക മരുന്നിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. എല്ലാവരും വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണേ. മുന്തിരിങ്ങ, ഇത് ബദാം, കൽക്കണ്ടി ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ അടുക്കളയിൽ അടുപ്പ് കൂട്ടാനുള്ള പരിപാടിയിലാണ് അച്ഛൻ. അപ്പോൾ ടൈലിന് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ കല്ലൊക്കെ അടുക്കി വെച്ച് അടുപ്പ് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ കൊച്ചാണ് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ആർക്കും തലയില്ലാത്ത വീഡിയോ എടുത്തത്. ബദാം നമുക്ക് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ തേങ്ങാപ്പാലാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്ത് അതിനുശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് പാല്. അപ്പോൾ അച്ഛനാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പം നല്ലപോലെ തേങ്ങയുടെ പാലെടുത്ത് ഈ പാലിൻ്റെ അകത്താണ് പൊടി കലക്കുന്നത്. ഇത് തമ്പാലാണ്. ഇത് ആദ്യത്തെ പാൽ, ഞങ്ങൾ തമ്പാലെന്ന് പറയും. അപ്പോൾ അതിനിടയിൽ സന്ധ്യാസമയത്ത് എൻ്റെ മക്കൾ വിളക്ക് കത്തിക്കുന്ന വീഡിയോ ആണ്. ഇതുകൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മരുന്ന് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം വാങ്ങി വെച്ച വെള്ളം മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
2 കുപ്പി നെയ്യാണ് ഇതിൻ്റെ അകത്ത് ചേർത്തത്. ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി മരുന്നിളക്കാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ മാറ്റി വെച്ച തമ്പാലാണ്. അപ്പോൾ തമ്പാലിൽ നിന്ന് കുറച്ച് പാല് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൂവപ്പൊടി ചേർത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ സമയം ഞാനും അമ്മയും കൂടെ ബദാമിൻ്റെ തൊലി കളഞ്ഞു വയ്ക്കുവാണ്. പിന്നീട് ജോലി കഴിഞ്ഞ് ഏട്ടൻ വീട്ടിലെത്തിയപ്പോൾ ഏട്ടനാണ് മരുന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ബദാം അരച്ചെടുത്തതാണ്. ബദാം അരച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് തമ്പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച തേങ്ങാപ്പാലാണ്. അതിൽ കൂവപ്പൊടി ഇട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എള്ള് കഴുകി അരിച്ചെടുത്ത് അതിൽ ചേർക്കുക. ഇതുപോലെ അടുത്തത് കറുത്ത മുന്തിരി നമ്മൾ കഴുകി എടുത്തിടുവാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ മരുന്ന് ആയിക്കഴിഞ്ഞു. ഇതാണ് മരുന്നിൻ്റെ പരുവം. നന്നായി കട്ടിയാക്കാതെ കുറച്ച് ലൂസാക്കി. ഇനിയിപ്പോൾ തണുക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. നല്ല കട്ടിയാക്കി എടുക്കുന്നില്ല, കുറച്ച് ലൂസ് പരുവം. അങ്ങനെ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫാക്കി. ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഇതാണ് എൻ്റെ കർക്കിടക മരുന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വോയിസ് കൊടുത്ത എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ കുറവുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.